Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസിൽ അവസാനമായി നടക്കാൻ പോകുന്നത് SD സ്റ്റുഡൻസിന്റെ അഡീഷണൽ പേപ്പർ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയാണ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുടനെങ്കിൽ കാണാം. അതിലെ മെജോറിറ്റി ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ബികോം കഴിഞ്ഞു, അതിനുശേഷം MCOM ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, MBA ആണെങ്കിൽ അത്, അതുപോലെ തന്നെ കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകളുടെ ക്ലാസ്സസ് ഇതൊക്കെ അവൈലബിൾ ആണ്. സോ എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു അഡീഷണൽ പേപ്പറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ടോട്ടൽ 75 മാർക്കിൻ്റെ എക്സാമേ വരുന്നുള്ളൂ. അതിൽ 15 മാർക്ക് ഇൻറ്റേണൽ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ 60 മാർക്ക്. സോ രണ്ടും കൂടിയിട്ട് നമുക്ക് പാസ് മാർക്ക് 35% ആയിട്ടുള്ള 27 മതി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും 27 മാർക്ക് എങ്ങനെ പുഷ്പം പോലെ മേടിക്കാം, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ 27 മാർക്സ് മേടിക്കാൻ വല്ല പ്രശ്നമുണ്ടോ? ഈ 15 മാർക്ക് MCQസിൽ അതിൻ്റെ പകുതി ഇപ്പോൾ നമുക്ക് MCQ കിട്ടിയെന്നിരിക്കുക 7 മാർക്ക്. പിന്നെ നമുക്ക് 60-ൽ 20 മതി അല്ലേ? 60-ൽ 20 കിട്ടാൻ ഒരു പാടുമില്ല. ഇനി MCQയിൽ കൂടുതൽ സ്കോർ ചെയ്തൊരു കുട്ടിക്ക് അത്രത്തോളം കുറവ് മാത്രം മാർക്ക് മതി അവിടെ നിന്ന്, എക്സ്റ്റേണലിൽ നിന്ന്. അപ്പോൾ അതെങ്ങനെ സ്കോർ ചെയ്യാൻ സാധിക്കും? 7 മാർക്ക് ഇൻറ്റേണൽ കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒരു 20 മാർക്ക് നമുക്ക് എങ്ങനെ 60 മാർക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും? അതിൽ നമുക്ക് essay പാർട്ടിലോട്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പാർട്ട് സിയും എയും ആണ് നമ്മുടെ ചങ്ക് ഏരിയാസ്. കാരണം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ മെയിനായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ പാർട്ട് സിയിൽ 2 essay ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി, 5 മാർക്ക്. അപ്പോൾ നമ്മുടെ ഈ 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോണ സമയത്ത് ഏറ്റവും കൂടുതൽ essay ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് സാമ്പിളിങ്ങിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ തവണ നമ്മൾ essay ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് സാമ്പിളിങ്ങിൽ നിന്നാണ്. സോ സാമ്പിളിങ്ങിൽ നിന്ന് എപ്പോഴും ഒരു essay കമ്പൽസറി ആയിട്ട് ഇടുന്നുണ്ട്. സാമ്പിളിങ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്. അതിൽ ചില സമയത്ത് പ്രോബബിലിറ്റി സാമ്പിളിങ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതൊരു കമ്പൽസറി essay ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ essayക്ക് ചോദ്യങ്ങൾ എപ്പോഴും ഇടുന്നതാണ് മൊഡ്യൂൾ നമ്പർ 5ഉം. അതിൽ റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ ലേഔട്ട്, ഇത് റിപ്പീറ്റാണ്. അപ്പോൾ നമ്മുടെ ചങ്ക് മൊഡ്യൂൾസ് ആണ് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കതും essay, 2 essayയിൽ ഒരെണ്ണം കിട്ടും. പിന്നെ ഒരു essay എന്ന് പറയുന്നത് മാറ്റിയിടുന്നത് ഒരു മൊഡ്യൂൾ നമ്പർ 3ൽ നിന്നാണ്. അതിൽ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ഷനിലെ പല മെത്തേഡ്സ് ഉണ്ട്. ഒബ്സർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പൈലറ്റ് സർവേയിൽ നിന്നിട്ടുണ്ട്. പൈലറ്റ് സർവേ എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3യുടെ പ്രത്യേകത കുറച്ചും കൂടിയും ലെങ്തിയസ്റ്റ് മൊഡ്യൂളാണ്. നമുക്ക് ഈ മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം അല്ലെങ്കിൽ പിന്നെ അവരിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ഏരിയ ആണ് മൊഡ്യൂൾ നമ്പർ 3യിലത്തെ പ്രൈമറി ഡാറ്റ കളക്ഷനിലത്തെ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയറിൻ്റെ കാര്യങ്ങളുണ്ട്, പിന്നെ പൈലറ്റ് സർവേ. ഇതൊക്കെ അവർ പലപ്പോഴും മാറി മാറി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഏരിയാസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ essay നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ പിന്നെ അപ്പോൾ 5 മാർക്കെങ്കിലും അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് വേണ്ട മാർക്സ് പാർട്ട് എയിലോട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും. പാർട്ട് എയിൽ ടോട്ടൽ 12 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ സീലിംഗ് ഉണ്ട്, 20 മാർക്കേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാമ്പിളിങ് പഠിച്ചാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് സാമ്പിളിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലെ ഏതെങ്കിലും 1-2 എപ്പോഴും അതിൽ നിന്ന് വരാറുണ്ട്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാമ്പിളിങ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഇപ്പോൾ ക്ലസ്റ്റർ എന്താണ്, റാൻഡം സാമ്പിളിങ് എന്താണ്, ജഡ്ജ്മെൻറ്റ്, കോട്ട, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ സാമ്പിളിങ് എറേഴ്സ്, നോൺ സാമ്പിളിങ് എറേഴ്സ്, കണ്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മിക്ക പേപ്പറിലും മാറി മാറി വരുന്നതാണ്. അപ്പോൾ 2 ചോദ്യം മിനിമം സെൻസസ് എന്താണ്, സാമ്പിളിങ് എന്താണ്, സാമ്പിളിങ് ഫ്രെയിം എന്താണ്,
പോപ്പുലേഷൻ എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ മിനിമം 2 ചോദ്യങ്ങളെങ്കിലും, ചിലപ്പോൾ 3 വരെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഒരെണ്ണം 10 മാർക്ക്, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം എപ്പോഴും കാണാറുണ്ട്, 2 മാർക്കിൻ്റെ ഒരു 2 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15ഉം ഒരു 20 മാർക്ക് മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പല ചോദ്യങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞു 3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ 2 മാർക്സിൻ്റെ കമ്പൽസറി ആയിട്ട് 2 ചോദ്യങ്ങൾ മിനിമം 2 or 3 ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5. ഇതിൽ എസ് അല്ലാണ്ട് നമ്മൾ കണ്ടുവരുന്ന റിപ്പീറ്റ് ചോദ്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം. റിസർച്ച് റിപ്പോർട്ടിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് കാണുന്ന കുറേ ടേമുകളിലെ ബിബ്ലിയോഗ്രഫി എന്താണ്, ഫുട് നോട്ട് എന്താണ്, ഇതൊക്കെ റെഫറൻസ് എന്താണ്, ഇത് റിപ്പീറ്റായിട്ട് എല്ലാ പേപ്പറും. പിന്നെ APA സ്റ്റൈൽ എന്താണ്, MLA അങ്ങനെയുള്ള സ്റ്റൈലുകൾ, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉണ്ടാവും. 1 or 2 ചോദ്യങ്ങൾ. റിപ്പോർട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം, അതുപോലെ തന്നെ APA, അതുപോലെ തന്നെ റെഫറൻസസ് എന്താണ്, ഈ ഫുട് നോട്ട് എന്താണ്, ബിബ്ലിയോഗ്രഫി എന്താണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ തന്നെ കിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം നോക്കിയാൽ തന്നെ നമുക്ക് 5 മുതൽ 6 2 മാർക്സിൻ്റെ ചോദ്യങ്ങളായിന്നേ. അപ്പം തന്നെ നിങ്ങൾക്ക് 10 മാർക്കായി. 10 മാർക്ക് പ്ലസ് 5 മാർക്ക് SA, 15 മാർക്ക്, 7 മാർക്ക് MCQ, 22 മാർക്കായി. പിന്നെ നമുക്കൊരു 5 മാർക്കും കൂടി മതി. ഞാൻ ഈ 2 മൊഡ്യൂളിലത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് പാർട്ട് ബിയിൽ 5 മാർക്കിൻ്റെ എന്തായാലും 2 മൊഡ്യൂളിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ഇടാറുണ്ട് അവർ. മൊഡ്യൂൾ നമ്പർ 4ൽ നിന്ന് 5 മാർക്ക് എന്തായാലും ഒരെണ്ണം ഇടും. അപ്പോൾ തന്നെ നമ്മളവിടെ പാസ് മാർക്കിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങളും നമുക്ക് അറിയുന്ന പോലെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 മാർക്കിനായിട്ട് കൂടുതൽ കിട്ടി. ഞാനിപ്പോൾ പറഞ്ഞത് ഈ ലാസ്റ്റ് മുതൽ പഠിക്കുന്ന കുട്ടികൾ ഈ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ ഒരുവിധം മാർക്കിലോട്ട് എത്തി. ഇതല്ലാണ്ട് റിപ്പീറ്റായിട്ട് നമ്മൾ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, ഇതൊക്കെ നോക്കുക. പിന്നെ വാലിഡിറ്റി, റിലയബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റാണ്. പിന്നെ ഈ പറയുന്ന ബേസിക്സിൽ നിന്ന് 5 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. റിസർച്ച് ഡിസൈൻ എന്താണ്, റിസർച്ചിൻ്റെ ബേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഈ മൊഡ്യൂൾ നമ്പർ 3ലോട്ട് പോവുകയാണെങ്കിൽ ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനെയർ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഡെൽഫി മെത്തേഡ് എന്താണ്, ഇൻ്റർവ്യൂവിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ഞാൻ ഓൾറെഡി ചോദ്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂ എന്താണ്, പൈലറ്റ് സർവേ റിപ്പീറ്റാണ്, ഫോക്കസ് ഗ്രൂപ്പ് റിപ്പീറ്റാണ്, ബിഹേവിയർ മാപ്പിംഗ് റിപ്പീറ്റാണ്, ക്വാളിറ്റേറ്റീവ് എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്താണെന്നുള്ള ചോദ്യം. അപ്പോൾ ഇങ്ങനെ 2 മാർക്സിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെയും കാണാം. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിൽ മൊഡ്യൂൾ നമ്പർ 4ലോട്ടും 5ലോട്ടും ഫോക്കസ് ചെയ്താൽ പാസ് മാർക്കിനുള്ളത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 മാർക്സിൽ റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. അത് തന്നെ ചിലപ്പോൾ 5 മാർക്കിനും വരും, 2 മാർക്കിനും മാറി മാറി വരും. എല്ലാ ചോദ്യങ്ങൾക്കും നിർബന്ധമായും ആൻസർ ചെയ്യുക. ഒറ്റ ചോദ്യം പോലും വിടാണ്ട് ഫുൾ ടൈം എക്സാമുകൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാവും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചങ്ക് മൊഡ്യൂൾസ് 3, 4, 5 ആണ് ചങ്ക് മൊഡ്യൂൾ. അതിൽ ഒന്നും കഴിയാത്തവരുടെ അടുത്ത് പറയാനുള്ളത് മിനിമം 4ഉം 5ഉം പഠിക്കുക, പാസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു essay ചോദ്യം വരുന്ന ഏരിയയിലത്തെ ആ കമ്പൽസറി ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ടോപ്പിക് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് റിക്വസ്റ്റ്. ഞാൻ എൻ്റെ ടൈമിൻ്റെ ബേസിൽ നിർബന്ധമായും ചെയ്യും. ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള. എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.